നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് നെറ്റ് കോട്ട സാരികൾ കാണാം. നെറ്റ് കോട്ട മാത്രമല്ല, വേറെ ഒരു 1, 2, 5 മോഡലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം നെറ്റ് കോട്ട സാരികൾ ഞാൻ കഴിഞ്ഞ ദിവസവും കാണിച്ചായിരുന്നു. നെറ്റ് കോട്ട സാരികൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാരികളാണല്ലോ. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, അറിയാവുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സംഭവം. ഒന്നുമില്ല, താഴെ നെറ്റ് കോട്ടയുടെ ഫാബ്രിക് വന്നിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്, അതാണ്. ഇത് ഫുള്ള് താഴത്തെ കേട്ടോ, ഇങ്ങനെ ഇതുണ്ട്. മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല. മുന്താണിക്ക് ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് ബുട്ടാസ് ഉണ്ട് എന്ന് മാത്രം. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ. നല്ല ബ്ലൗസ് സെൽഫാണ്. ഇത് തന്നെ സെൽഫാണ് ബ്ലൗസ്, വേറെ കോൺട്രാസ്റ്റ് അല്ല. കോൺട്രാസ്റ്റ് കളർ ഉണ്ടെങ്കിൽ വൈറ്റ് ഇടുകയാണെങ്കിൽ അടിപൊളിയാണ്, വേറൊരു ലുക്കാണ്. സാരി ഫുള്ളും കൂടെ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ വേറെ കളർ കാണിക്കാവേ. ഇതിപ്പോൾ വന്നിട്ടൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. അടുത്തത് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്. എല്ലാം നല്ല പേസ്റ്റൽ ചാട്ടാ. ഇത് ഈ ബുട്ട പോലെ കാണുന്നില്ല, ഈ ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്, അത് ഫുള്ളുണ്ട് കേട്ടോ. അവിടെ എല്ലാം ബോഡി ഫുള്ളുണ്ട്. നല്ലൊരു ഭംഗിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടുന്നതിലും ഇച്ചിരി കൂടി ആ വൈറ്റ് ഇടുവാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. പിന്നെ നെറ്റ് കോട്ടയുടെ എന്തൊക്കെ ആക്ഷനായി കാണിക്കുന്നേ, പേടിച്ചു പോകുന്നുണ്ടല്ലോ. നെറ്റ് കോട്ടയുടെ സെയിം സ്റ്റഫ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും, അറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, അതനുസരിച്ച് ചെയ്യുക. 3 ഉള്ളൂ. ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, അതെവിടെയോ മിസ്സിങ്. വേണ്ടെങ്കിൽ പോലെ അതെടുക്കാൻ പോയാൽ ഇന്നും മെനക്കാട് അതെവിടെ പോയി എടുത്തുകൊണ്ട് വരുന്നു. അടുത്തതില്ലേ ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. എല്ലാം 4 കളറിലാണ് വരാറുള്ളത്, ഇനി അറിയത്തില്ല. ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഇച്ചിരി ഡാർക്കാണ്. ഇതേ ഒനിയൻ്റെ ഒനിയൻ തന്നെ അല്ലേ. ഞാൻ ഒനിയൻ എന്ന് പറയുമ്പോൾ ഒനിയനിലേക്ക് പോകും മനസ്സ്. ഒനിയൻ മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ചില ഒനിയൻ്റെ ഷെയ്ഡ് എന്ന് പറയാമല്ലേ. ഓരോ ഒനിയനും ഓരോ ഷെയ്ഡില്ലേ ഇല്ലേ, എന്നൊക്കെ ഒന്ന് പറയുന്നല്ലേ. ഇത് കണ്ടോ, ഓണം വരുമല്ലേ. ഓണം എന്നൊന്നും വിചാരിക്കണ്ട, ഓണത്തിനുള്ള സാരി എന്ന് പറയാൻ പറ്റില്ല. അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ സാരി, എന്നാ സാരിയാണ് നിങ്ങൾ നോക്ക്. ഇതില്ലേ ലിനൻ്റെ ഫാബ്രിക്കാണ്, പ്യുവർ ലിനൻ എന്ന് പറയുന്നത് സെമി ലിനൻ ഫാബ്രിക്കാണ്. കണ്ടോ, നല്ല ക്ലാസ് ലുക്കായിരിക്കും സാരിക്ക്. ഇത് ഫുള്ള് എംബ്രോയ്ഡറിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും എംബ്രോയ്ഡറി, അവിടെ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും സാരി ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ വരുന്ന ബോർഡർ, നല്ല ക്ലാസ് ലുക്കായിരിക്കും. അതാ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പിന്നെയും അത് തന്നെ പറയാനുള്ളൂ. കാരണം ലിനൻ്റെ സ്റ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റഫിന് ആണ് നമ്മൾ കാശ് കൊടുക്കുന്നത് മുഴുവൻ അല്ലേ. ഇതിന് അതിന് മാത്രമുള്ള റേറ്റൊന്നും ഇല്ല താനും. കാശ് കൊടുക്കുന്നത് നമ്മൾ ആ സ്റ്റഫ് കിട്ടാൻ. ഇത് സാരിയാണെന്ന് പറഞ്ഞാലും നമ്മൾ വില കൂടിയ സാരിയുടെ സ്റ്റഫാണ് നമ്മുടെ മുഖത്തിന് ഫേസിനൊരു ഗമാലിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കിട്ടും. ബ്ലൗസ് വരുമ്പം പ്ലെയിനാണേ. ബ്ലൗസിൻ്റെ പാർട്ട് വരുമ്പോൾ പ്ലെയിനാണ്. ഈ ബോർഡറുണ്ട്. വേണമെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് മെറൂൺ ബ്ലൗസോ അങ്ങനത്തെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഐഡിയാപരമായിട്ട് ഇച്ചിരി കട്ട് ചെയ്ത് കയ്യിലൊക്കെ വെക്കുവാണെങ്കിൽ വീണ്ടും നല്ലത്. അത് പക്ഷെ മെറൂണേ വെച്ചാൽ പറ്റത്തില്ല, അറിയത്തില്ല. ഈ വിത്തേലില്ലേ ഇതിൻ്റെ സെയിം വരുമല്ലോ ബ്ലൗസ്, ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല. അതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള മോഡലാണ്. അതിനോട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കണ്ടിട്ടില്ലാത്തതൊക്കെ വെക്കുമ്പോഴല്ലേ അല്ലേ ഒരു ഐഡിയ എന്ന് പറയുന്നത്. മറ്റേന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ കാണിച്ച് വെച്ച സാധനം നമ്മളും കോപ്പി അടിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ പല മെറ്റീരിയൽ വരുന്നുണ്ട്. ഏറ്റവും കൂടിയ മെറ്റീരിയലും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന സാരി. ക്രേപ്പ് ജോർജറ്റ് ഒത്തിരി ആൾക്കാരുടെ എന്നും എവർഗ്രീൻ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം അതിൻ്റെ സ്റ്റഫാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഇത് കണ്ടോ, ആഷ് കളറ്. താഴത്തെ ബോർഡർ ഇങ്ങനെ, മുകളിലൊന്നും പ്രത്യേകിച്ചില്ല. ബോഡിയെ മുഴുവൻ ആ ഒരു ഇത് വരുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് താഴെ പോയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു. ആരെങ്കിലും കണ്ടോ? ഇതാണ് ബ്ലൗസ്. ക്രേപ്പ് ജോർജറ്റിൻ്റെ ബ്ലൗസൊക്കെ എപ്പോഴും തന്നെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് മിക്കതും വരുന്നത്. ഇതാണ് ബ്ലൗസും ആ സെയിം മെറ്റീരിയലാണ്. കയ്യിൽ ഇങ്ങനെ ഒരു ബോർഡറും
എല്ലാം വന്നിട്ട് സെറിയെല്ലാം കൂടെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ബ്ലൗസ്. ഡീപ്പായിട്ടുള്ള മെറൂൺ പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത് കേട്ടോ. നല്ല സാരി കേട്ടോ. ഡെയിലി ഉടുക്കാൻ എങ്ങനെ വേണേൽ ഡെയിലി ഉടുക്കുമോ, എങ്ങനെ വേണമെങ്കിൽ ഉടുക്കാം. ക്രേപ്പിൻ്റെ ഭയങ്കര ക്വാളിറ്റിയുള്ള മെറ്റീരിയലുണ്ട്, മീൻസ് നല്ല റേറ്റിലോട്ട് പോകുന്നത് അതില്ല. ഇതിപ്പോൾ ഒരു മീഡിയം റേഞ്ച്. അതിൻ്റെ അടുത്ത കളർ ദേ ഇങ്ങനെ മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബ്ലൂ. ഇന്നിരിക്കും ബ്ലൗസ്. ദേ ഇത് കണ്ടോ, ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്ന നല്ല ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബ്ലൂ. അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്ത കളർ പറയാനാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. തവിട്ട കളർ വിത്ത് മസ്റ്റാർഡ് യെല്ലോ ബ്ലൗസ്. നല്ല കളറാട്ടോ, നല്ല കളർ തോന്നിക്കുന്ന കളർ, ആർക്കും കളർ തോന്നിക്കുന്ന കളർ. കുറേ കൂടെ കളറുള്ളവർ കുറേ കൂടെ കളറാകും, കളർ കുറഞ്ഞവർക്ക് കളർ നല്ല എടുത്ത് നിൽക്കും. അങ്ങനത്തെ കളറുകളാണ് ഇതെല്ലാം. അതിൻ്റെ സ്റ്റഫിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ക്രേപ്പിൻ്റെ സ്റ്റഫിന് എപ്പോഴും ഒരിതല്ലേ. ഇതുണ്ട് ബ്ലൗസ്. ഇതേ ബ്ലൗസ് അഴപ്പോലെ റാണി പിങ്ക് വിത്ത് നേവി ബ്ലൂ. റാണി പിങ്കിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡ്. അയ്യടാ, ഈ ചില ചാമ്പയ്ക്ക കാണുമ്പം, ചാമ്പയ്ക്കൊക്കെ ഒത്തിരി കഴിക്കുമ്പം വയറുവേദന എടുക്കും എന്ന് പറയൂലേ. കൊച്ചിലെ പ്രായത്തിലൊക്കെ പറയും ഒത്തിരി ചാമ്പയ്ക്ക തിന്നില്ല വയറുവേദന എടുക്കുമെന്ന്. പക്ഷേ ഈ ചില ചാമ്പയ്ക്ക ഇങ്ങനെ പഴുത്ത് ചുവന്ന് തുടുത്തിരിക്കുന്നതാണോ ചുമ്മാ വേണ്ടെങ്കിലും തിന്നണമെന്ന് തോന്നൂലേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയുന്നത്, കൊച്ചിലത്തെ കാര്യങ്ങളാട്ടോ. എന്ന് പറഞ്ഞ പോലെ ഈ കളർ കാണുമ്പോൾ ഒരു കടി വെച്ച് കൊടുക്കുക. ഇത് ബ്ലൗസ് കേട്ടോ, ഈ നേവി ബ്ലൂ നോക്കിയേ. ഈ ബ്ലൗസ് കയ്യെ വന്നിട്ട് ആ ഒരു ഇതും കൂടെ വരുമ്പോൾ എന്നെ രസമായിരിക്കുന്നത്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ കൊള്ളാം, അടിപൊളിയായിരിക്കും. ഇനി നമ്മുടെ മഴക്കാല സാരി ബ്ലൗസ് പോലെ മഴക്കാല സാരി, മൺസൂൺ സാരി ഒത്തിരി ദിവസമായില്ലേ കാണിച്ചിട്ട്. എപ്പോൾ ഈ സാരി കാണിച്ചാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനത്തെ സാരി ഉടുക്കുന്നവരുണ്ടോയെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോഴെല്ലാം ഞാൻ പ്രിയാമണിയുടെ കാര്യം പറയുകയും ചെയ്യും. പുള്ളിക്കാരുടെ ഇത് വല്ലതും അറിയുന്നുണ്ടോ അല്ലേ? എന്നാന്നറിയോ, ഏത് ഡെയിലി കാണുന്നവർക്കറിയാം ഞാൻ എന്നാ പ്രിയാമണിയുടെ കാര്യം പറയുന്നത്. പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ പോയി കാണണം, യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് അതിനകത്ത് പ്രിയാമണി ഉടുക്കുന്നതെല്ലാം ഇങ്ങനത്തെ ഷിഫോൺ സാരി നല്ല പ്ലീറ്റ്സ് ഇട്ട്. എന്ത് രസമാണോ. ഞാൻ ഷിഫോൺ സാരിയുടെ ആരാധകയായി അന്നോട്ട്. പോണിട്ടയിലായിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് സുന്ദരിയാണ് പ്രിയാമണി. അതിൻ്റെ കൂടെ ആ സാരിക്കൊക്കെ അതായത് വെറും സിമ്പിൾ സാരിയാണ്, ഒന്നുമില്ല ഇതുപോലെ ചുമ്മാ സിമ്പിൾ സാരി. പക്ഷെ അതിനൊക്കെ എന്നെ ഒരു അഴകായി വരുന്നതെന്ന് കാണും. ഇത് നമ്മുടെ ഷിഫോൺ സാരി ഇങ്ങനെയാണ്, ബോഡി ഫുള്ള് ഇങ്ങനെയാണ്, ബോർഡർ ഇല്ല, മുന്താണിയില്ല, ബ്ലൗസ് ഇല്ല, ഇത്രേ ഉള്ളൂ. ഇത് സാരിക്ക് വേണമെങ്കിൽ എടുക്കാം, സാരിയായിട്ട് അല്ലെങ്കിൽ 2 സാരിയായിട്ട് ഉപയോഗിച്ചിട്ട് കുർത്തിയോ അനാർക്കലി ടോപ്പോ അങ്ങനെയൊക്കെ പലത് തയ്ക്കാം. ഇതിപ്പോൾ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്, ബ്ലാക്കിൽ പർപ്പിള്. അടുത്തത് ബ്ലാക്കിൽ യെല്ലോയുടെ ഷെയ്ഡ് മസ്റ്റാർഡും ഉണ്ട്, അല്ലാതെ വേറൊരു യെല്ലോയും കൂടി ഉണ്ട്. പാരറ്റ് യെല്ലോ പോലത്തെ ഒരു യെല്ലോ, അങ്ങനത്തെ ഒരു പാരറ്റ് യെല്ലോ എന്ന് പറയുമോ, പാരറ്റ് ഗ്രീൻ എന്നല്ലേ പറയുള്ളൂ, സംശയം. ലെമൺ യെല്ലോ, അടിപൊളി കേട്ടോ, നല്ല കളറാണ്. അതൊക്കെ വെച്ചേ ഒരു ഭാവനാപരമായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ എന്തൊക്കെ തയ്ക്കാം. ഇതിനൊക്കെ ഇത്ര വിലയല്ലേ ഉള്ളൂ. ഒരു 5.5 മീറ്റർ തുണിയല്ലേ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഗ്രീനിൻ്റെ 2 ഷെയ്ഡാണ് എല്ലാത്തിലും. അതെ, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൻ്റെ 2 ഷെയ്ഡാണ്, ഒരു ഡാർക്കും ഒരു ലൈറ്റും. ബേസ് കളർ ബ്ലാക്ക്. ബ്ലൂ, പീക്കോക്ക് ബ്ലൂ, പൗഡർ ബ്ലൂ, രണ്ടും കൂടെ കൂടിയിട്ട് അടിപൊളി അല്ലേ. ഇനി ഈ സാരി നമ്മുടെ റീസ്റ്റോക്കാണ്, ഞാൻ കാണിച്ചിട്ടുള്ള സാരിയാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടുമില്ല. ഇതാണോ എടുക്കണ്ടേ? പിന്നെ എന്തിനു ഇത് പൊട്ടിച്ച്
ഇതെന്നെ ഓർമ്മയുണ്ടായിരിക്കും. ഇതിനിപ്പോൾ 1 സൈഡ് ബോർഡറേ ഉള്ളൂ. 2 സൈഡ് ബോർഡർ ഉള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാത്തതാണ്. എനിക്ക് ഇങ്ങനെ ട്രെൻഡി ആയിട്ട് എപ്പോഴും വരുന്ന ഒരു സാധനം ഒത്തിരി ദിവസം കാണിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മടിയാണ്. പക്ഷെ കാണിച്ചിട്ടില്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഒത്തിരി പേര് ചോദിക്കും ഇത് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പഴയ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 കളറ് ഞാനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2 കളർ കാണിക്കാം. ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഇത് കണ്ടോ, ഈ ഒരു 1 സൈഡ് ബോർഡറാണ്, മേളിൽ ബോർഡർ ഇല്ല. ഇവിടെയാണ് ഈ ബോർഡർ, ഇതാണ് ബോർഡർ ഉണ്ടോ. ഇത് നല്ല കൂടിയ ജോർജറ്റ് ചെയ്തിരിക്കുന്ന, ഇത് ഓർഗൻസായിൽ ഇറങ്ങുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ക്രേപ്പ് മിക്സ് ആയിട്ടുള്ള ഒരു ജോർജറ്റ്. ക്രേപ്പ് ജോർജറ്റ് എന്ന് കംപ്ലീറ്റ് ക്രേപ്പ് ജോർജറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ക്രേപ്പ് മിക്സ് ആയിട്ടുള്ള ജോർജറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്. ഇത് വില കുറഞ്ഞ റേറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് നോർക്കരുത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബോർഡർ ഇല്ലയെന്നൊരിത്, ചിലർക്ക് ഇവിടെ ബോർഡർ വേണ്ട, കാരണം ഇത് ഇവിടെ കുത്തുമ്പോഴേ അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഹെവി ആയിട്ട് തോന്നുമെന്ന് പറയും. അതുകൊണ്ടാണ് ഇത് 1 സൈഡ് ബോർഡറായിട്ട് ചെയ്തത്. അപ്പോൾ 1 സൈഡ് ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് സാരി ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ട് കുത്തുമ്പോൾ ഇവിടെ വരികയും ചെയ്യും, ഈ അകത്തോട്ട് പോകുന്ന പാർട്ടിലേ ഇല്ലാതെ വരുള്ളൂ. നല്ല ഭംഗിയായിട്ട് താഴെ കൂടെയും വരുമല്ലോ, മുന്താണിക്കും വരും. ഇതിപ്പോൾ വന്നിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്, ടീൽ ബ്ലൂ, അഴിച്ചോ മൊത്തം പൊട്ടിച്ചായിപ്പം. എന്നാൽ പിന്നെ എനിക്കിങ്ങനെ കാണിക്കത്തില്ലേ, കണ്ടോ അടിപൊളിയല്ലേ. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് നിങ്ങളൊരു 2 പ്രാവശ്യം സാരി കൊടുത്തിട്ട് കുർത്തി തയ്ക്കണം കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിലുണ്ട് ഇതിൻ്റെ തന്നെ കുർത്തിയെ പലത് വെച്ച്, കയ്യേലും വെക്കും, താഴത്തെ പാർട്ടിലും വെക്കും. എന്നാ രസമാണെന്നറിയോ, ഈ കയ്യിലൊക്കെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ എന്നാ അടിപൊളി. ഇതിപ്പോൾ ഇല്ലേ, ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ബ്ലൗസാണേ, ബ്ലൗസ് ഇല്ല. ബ്ലൗസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പീച്ചോ ടീൽ ബ്ലൗ, സാരി മൊത്തത്തോടെ താഴോട്ട് പോയി. ഷോള് ഷോളോ ഇത് വെച്ചോ, ഷോളാക്കണേ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം. ഒത്തിരി കോസ്റ്റൊന്നും ഇല്ല കേട്ടോ, വലിയ കോസ്റ്റൊന്നും പറയുമ്പോൾ ഇതൊക്കെ ഒരു കോസ്റ്റാണോ അല്ലേ. കുർത്തി തയ്ക്കാൻ അടിപൊളി കേട്ടോ, കുർത്തി തയ്ക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം സാരി എടുക്കും, എന്നിട്ട് വെറുതെ അലമാരിക്കകത്തെടുത്ത് വെക്കരുത്. ഇത് കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് 2.5 മീറ്റർ കൊടുത്തിട്ട് കുർത്തി തയ്ച്ചിട്ട് അതിൻ്റെ ബാക്കിക്ക് ഷോൾ ഇടാം അല്ലേ, അങ്ങനെ ഉദ്ദേശിച്ച്. ചുരിദാർ സെറ്റും ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ, പിന്നെ പല മെറ്റീരിയലിൽ ഇറങ്ങുന്നുണ്ട്, അതനുസരിച്ച് റേറ്റുകളിൽ വ്യത്യാസം വരും. ബോട്ടം നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഷെയ്ഡ് എടുത്തോ അല്ലെങ്കിൽ സെയിം എടുത്തു വേണേലും, ഇപ്പോൾ അങ്ങനെയാണല്ലോ, ടോൺ ടു ടോൺ ആണല്ലോ, ഒരു ബോട്ടം തയ്ച്ചാൽ പോരെ, നല്ല ഇതാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ എടുത്താൽ പോലും നിങ്ങളിത് വേസ്റ്റ് ആക്കി കളയരുത്, പിന്നീട് ഇത് കുർത്തി ആയിട്ടാണ് ഞാൻ തയ്ക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും തയ്ക്കുന്നവർക്ക് കൊടുക്കണം. താഴ്പോയി കഥയും പറഞ്ഞുകൊണ്ട് തോന്നാം, സാരി മൊത്തത്തോടെ താഴ്പോയി. 6 മീറ്റർ ഉണ്ട് തോന്നുന്നു, അത് 5.5 മീറ്ററോ 5.5 ആയിരിക്കും അല്ലേ. സാരി മാത്രമേ ഉള്ളൂ, ബ്ലൗസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ചെറിയ വീഡിയോ കാണിക്കുന്ന തിരക്ക് കാരണം കേട്ടോ. ഞാൻ ഈ തിരക്കിൻ്റെ കഥ പറഞ്ഞ് ആരും ബോറടിപ്പിക്കുമല്ലോ. എനിക്ക് ഇച്ചിരിയൊക്കെ നമുക്ക് ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഉള്ള സ്വഭാവമല്ലേ, ഇച്ചിരി അവലാതിയും പരാതിയൊക്കെ പറഞ്ഞില്ലെങ്കിൽ. 6 മീറ്റർ ഉണ്ടോ? അപ്പോൾ ഇത് 6 മീറ്റർ ഉണ്ട്. നല്ല പ്ലീറ്റ്സൊക്കെ കിട്ടും, ഒരു സുഖം കിട്ടത്തില്ലല്ലോ. ഞാനാണെങ്കിൽ എപ്പോഴും യാത്ര ചെയ്ത് മടുത്തോണ്ടിരിക്കുക. പക്ഷേ എനിക്കത് ഭയങ്കര മടുക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻജോയ് ചെയ്താൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം 1 യാത്ര, 2 ഷോപ്പിംഗ്, തുണി പർച്ചേസ്, 2 ഇഷ്ടമുള്ള കാര്യമാണ്. മടുപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മനുഷ്യനല്ലേ, ശരീരം ചിലപ്പോൾ അങ്ങനെ അത്രയൊന്നും പറ്റത്തില്ല എന്ന്, മഴയൊക്കെ ഉള്ളപ്പോഴേ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കടയുടെ ഇനാഗുറേഷൻ അടുത്ത മാസമാണ്. ഏറ്റവും അടുത്ത് ഞാൻ ഡേറ്റ് പറയാം കേട്ടോ. പെട്ടെന്ന് പറയാൻ ഇങ്ങനെ വിതുമ്പി ഞാൻ നിൽക്കുമോ, കുറച്ചും കൂടെ ഒന്ന് ഇതാകട്ടെ, അതിലേക്ക് അടുത്തിട്ട് പറയാവുന്നോർത്തോണ്ടാണ് ഇങ്ങനെ നേരത്തെ ഒത്തിരി പേര് പിള്ളേരുടെ കാര്യം പറയുന്നത്. എനിക്കിതങ്ങോട്ട് പറയാഞ്ഞിട്ടങ്ങോട്ട് സുഖം കിട്ടുന്നില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ ആരോടാ പറയുന്നത്. കാണാം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് തന്നെ എല്ലാ ഡെയിലി ആ സമയത്ത് തന്നെ കറക്റ്റ് വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കിട്ടും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്കും കൂടുതൽ പേരിലേക്ക് റീച്ച് ആവുമല്ലോ, അതും കൂടെ ഉണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം. താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് അതിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. താങ്ക് യു.